जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनतीर वनचारी यमुनतीर वनचारी माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्ण. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्. वन्देऽहं श्रीगुरु श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी പാശ്ചാത്യദേശതാരിണേ. ഹരേ കൃഷ്ണ. എല്ലാ ഡിവോട്ടീസിന്റെയും പാതാരവിന്ദങ്ങളിൽ എന്റെ പ്രണാമം. നമ്മുടെ വൈഷ്ണവി പറഞ്ഞ പോലെ ഇന്ന് യശോദാനന്ദനെ പറ്റിയിട്ട്, ഇന്ന് ഭഗവാന്റെ ജന്മാഷ്ടമിയാണല്ലോ. ഭഗവാൻ, അതായത് യശോദാനന്ദന് ബാലലീലകളാടിയ യശോദാ മാതാവിന്റെ പ്രിയപുത്രനെ പറ്റിയിട്ടുള്ള വൃന്ദാവനത്തിലെ പല പല സമയത്തെ ലീലകളെല്ലാം ഓർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. വൈഷ്ണവി പറഞ്ഞ പോലെ കുന്തി ദേവിയുടെ സ്തോത്രത്തില്, കുന്തി ദേവിയുടെ പ്രയേഴ്സില് ഭഗവാനെ പറ്റിയിട്ട്, ഭഗവാൻ വസുദേവ, അതായത് കുന്തി ദേവിയുടെ ഒരു പ്രയേഴ്സിലെ ഒരു ശ്ലോകത്തില് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഈ ഒരു ശ്ലോകത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൃഷ്ണൻ ആരാണ്. 5 നാമങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ശ്ലോകമാണ്. ഒരു പ്രയേഴ്സില് കുന്തി ദേവി പറയുന്നുണ്ട് ഭഗവാൻ വാസുദേവനാണ്, നന്ദഗോപകുമാരനാണ്, ഗോവിന്ദനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ലീലകളൊക്കെ ആടിയ ഭഗവാനെ പറ്റിയിട്ടാണ്, ഭഗവാന്റെ ലീലകൾ, ബാലലീലകളെ പറ്റിയിട്ടാണ് ഇന്ന് ക്ലാസ്. അപ്പൊ ഭഗവാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് ഭഗവാന്റെ ഓരോ വളർച്ചയും ആസ്വദിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് യശോദാ മാതാവും നന്ദമഹാരാജുവും. അപ്പൊ നന്ദമഹാരാജ് വളരെ ആഗ്രഹമുണ്ടായിരുന്നു തന്റെ പുത്രന്റെ ഭാവി എന്തായിരിക്കും എന്നറിയാൻ. തന്റെ കുഞ്ഞ് തന്റെ വൃന്ദാവനത്തിലെ തന്നെ പോലെ വൃന്ദാവനത്തിന്റെ രാജാവാകുമോ, അതുപോലെ തന്നെ പശുക്കളെ സംരക്ഷിക്കുകയും, അതുപോലെ ഗോപാലകൻ, അവരുടെ ഗോപാലന്മാരുടെ പ്രധാന കഴിഞ്ഞാൽ പശുക്കളാണ്. അപ്പോ ആ പശുക്കളെ സംരക്ഷിക്കുന്ന, തന്റെ പ്രജകളെ സംരക്ഷിക്കുന്ന ഒരു രാജാവാകുമോ എന്നത് അറിയാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു നന്ദമഹാരാജാവിന്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അവരുടെ കുലഗുരുവായ ഗർഗമുനിയെ വിളിക്കുകയുണ്ടായി. അതായത് ഭഗവാന്റെ ജാതകം നോക്കാനായിട്ട്, ഭഗവാന്റെ ജാതകം എഴുതിക്കാനും ജാതകം നോക്കാനുമായിട്ട് ഗർഗമുനിയെ വിളിക്കുകയുണ്ടായി. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഗ്രഹങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? ഭഗവാനാണ്. ഭഗവാനാണ് ഗ്രഹങ്ങളെ സൃഷ്ടിച്ചത്. ഇപ്പോ നന്ദമഹാരാജാവ് ആരെയാണ് വിളിക്കുന്നത്? ഗർഗാചാര്യനെ. എന്തിനു വേണ്ടിയിട്ട്? ഗ്രഹങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയുടെ ഗ്രഹനില നോക്കാൻ വേണ്ടിയിട്ട്, ജാതകം നോക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നന്ദമഹാരാജാവ് ഗർഗമുനിയെ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്
നമുക്കറിയാം ഭഗവാൻ പരമദ്വീപ പുരുഷനാണ്. പക്ഷേ യശോദാ മാതാവിനെ സംബന്ധിച്ചും നന്ദ മഹാരാജനെ സംബന്ധിച്ചും അങ്ങനെയല്ല. അത് അവരുടെ പ്രിയ പുത്രനാണ്. അപ്പോ ഗർഗമുനി വരുന്നു. ഗർഗമുനി വന്നിട്ട് ഭഗവാന്റെ ജാതകം പരിശോധിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജാതകം പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഗ്രഹങ്ങൾക്ക് താഴെയാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗ്രഹനില അല്ലെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിക്കുമ്പോൾ അതില് ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ജാതകം പരിശോധിക്കുന്ന സമയത്ത്. പക്ഷെ ഭഗവാന്റെ ജാതകം പരിശോധിച്ചപ്പോ, ഭഗവാന്റെ ജാതകം എന്തെന്ന് ഗർഗമുനി നോക്കിയപ്പോ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഗ്രഹങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നത്. കാരണം ഭഗവാനാണല്ലോ ഈ ഗ്രഹങ്ങളെ എല്ലാം സൃഷ്ടിച്ചത്. എങ്ങനെയാണ് ഭഗവാനെ അവർ ആരാധിക്കുന്നത് എന്നാണ് ഗർഗമുനിക്ക് മനസ്സിലായത്. അപ്പൊ ഗർഗമുനി നോക്കിയിട്ട് പറഞ്ഞു, ആ വ്യാഴം നല്ല സ്ഥാനത്താണ്, ശുക്രൻ നല്ല സ്ഥാനത്താണ് എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും നന്ദ മഹാരാജാവ് തീർച്ചയായിട്ടും അദ്ദേഹം വൃന്ദാവനത്തിന്റെ രാജാവ് തന്നെ ആയിരിക്കും. എന്നും ഗോക്കളെ സംരക്ഷിക്കുന്ന, വൃന്ദാവനത്തിലെ പ്രജകളെ സംരക്ഷിക്കുന്ന ഒരു രാജാവായി തന്നെ ഉണ്ടാകും എന്ന് നന്ദ മഹാരാജാവിനോട് ഗർഗമുനി പറയുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും നന്ദ മഹാരാജാവിന് മതിയാകുന്നില്ല. ഒരു ദിവസം ഒരു കൈനോട്ടക്കാരൻ അവിടെ വരുന്നു. കൈനോട്ടക്കാരൻ വരുമ്പോ അന്ന് കൃഷ്ണ ഭഗവാൻ കുഞ്ഞാണ്. തന്റെ കരങ്ങളിലെ അതായത് കരത്തിൽ വരുന്ന ആ വരകളൊക്കെ ഉണ്ടല്ലോ, ഹസ്തരേഖകൾ, അതൊന്നും തെളിഞ്ഞിട്ടില്ല ഭഗവാന്. അത്ര തീരെ ചെറുതാണ്. അപ്പൊ ആ കൈനോട്ടക്കാരനെ വിളിച്ചിട്ട് ഭഗവാന്റെ കരങ്ങളൊക്കെ കാണിച്ചിട്ട് പറയുന്നു, എന്റെ കുഞ്ഞിന്റെ കരങ്ങൾ ഒന്ന് നോക്കുവോ, എന്റെ ഹസ്തരേഖ നോക്കുവോ, അവൻ ഭാവിയില് വൃന്ദാവനത്തിന്റെ രാജാവാകുവോ, വൃന്ദാവനത്തിലെ പ്രജകളെ സംരക്ഷിക്കുവോ. അപ്പോ ആ കൈനോട്ടക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു, തീർച്ചയായും മഹാരാജൻ, തീർച്ചയായിട്ടും അങ്ങയുടെ പ്രിയപുത്രൻ, അങ്ങയുടെ ഭാവി രാജാവായിരിക്കും, വൃന്ദാവനത്തിലെ ഭാവി രാജാവായിരിക്കും അദ്ദേഹം. പ്രജകളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് വളരെ പ്രതീക്ഷയോടെ തന്റെ വരും ഭാവി അനന്തരാവകാശി എന്ന രീതിയിലാണ് നന്ദ മഹാരാജാവ് ഭഗവാനെ വളർത്തിക്കൊണ്ടുവരുന്നത്. യശോദാ മാതാവിന് നന്ദ മഹാരാജാവിന് പ്രത്യേകം പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഓരോ സമയത്തും ഭഗവാനെ എന്തൊക്കെ പഠിപ്പിക്കണം, എന്തൊക്കെയാണ് ഒരു രാജാവ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് അവരെ പാകപ്പെടുത്തിക്കൊണ്ടുവരേണ്ടത് എന്നൊരു ചിന്തയൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോ യശോദാ മാതാവ്, അതായത് നമ്മുടെ വൈഷ്ണവി പറഞ്ഞതുപോലെ രാമനെ പറ്റിയും നരസിംഹമൂർത്തിയെ പറ്റിയും ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരു ദിവസം ഈ ഉറക്കാനായിട്ടിരുന്ന സമയത്ത് ഈ മാതാവിന്റെ മടിയിൽ കിടക്കുകയാണ് ഭഗവാൻ. അപ്പോ മാതാവ് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മാതാവ് പറയുന്നു, കൃഷ്ണ നിനക്കറിയോ, ഈ ലോകത്ത് ഒരു പാൽക്കടലുണ്ട്, ക്ഷീരസാഗരമുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് ഭഗവാനാണെങ്കിൽ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, ക്ഷീരസാഗരമോ, പാൽക്കടലോ എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുന്നു. അപ്പൊ മാതാവ് പറയുന്നു, ഉണ്ട് കൃഷ്ണ, ഒരു പാൽക്കടലുണ്ട് എന്ന് പറയുന്നു. അപ്പൊ കൃഷ്ണ ഭഗവാൻ ചോദിക്കുകയാണ്, ഇത്രയും പാൽക്കടൽ, അതായത് പാലിലുണ്ട് കടൽ ഉണ്ടാക്കണമെങ്കിൽ അപ്പൊ എത്ര പശുവിനെ കൊണ്ടാണ് ആ പാൽക്കടൽ ഉണ്ടാക്കിയത് എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് യശോദ മാതാവ് ചിരിക്കുക. അപ്പൊ യശോദ മാതാവ് പറഞ്ഞു, പശുവിനെ കൊണ്ടൊന്നും അല്ല പാൽക്കടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഭഗവാൻ ചോദിച്ചു, പശു അല്ലാതെ എങ്ങനെ ക്ഷീരസാഗരം ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ പാൽക്കടൽ ഉണ്ടാക്കാൻ പറ്റും? അപ്പോ മാതാവ് പറഞ്ഞു, നിനക്കുണ്ടാക്കാൻ പറ്റില്ല കൃഷ്ണ, പക്ഷേ ഭഗവാൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോ അപ്പോ കൃഷ്ണ ഭഗവാൻ ചോദിച്ചു, ഭഗവാനോ, അതാരാ ഈ ഭഗവാൻ? ഞാൻ ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടേ ഇല്ലല്ലോ, അതാരാ ഈ ഭഗവാൻ? അപ്പോഴത്തേക്കും യശോദ മാതാവ് പറഞ്ഞു, ഭഗവാൻ അസാധ്യമായി ഒന്നുമില്ല പുത്ര. ഭഗവാന്, അതായത് പച്ച പുല്ലിനെയാണ് ഭഗവാൻ പാലാക്കി മാറ്റുന്നത്. അതായത് പശുക്കൾ കഴിക്കുന്ന പച്ച പുല്ലിനെ പാലാക്കി മാറ്റാനുള്ള ശക്തി കൊടുക്കുന്നത് ഭഗവാനാണ്. എല്ലായിടത്തെയും സംരക്ഷിച്ചു കൊള്ളുന്നതും എല്ലായിടത്തിന്റെ സൃഷ്ടാവും ഭഗവാനാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നതും ഭഗവാനാണ്. അപ്പൊ ഇത് കേട്ടിട്ട് കൃഷ്ണൻ ചോദിച്ചു, അദ്ദേഹം എവിടെയാ താമസിക്കുന്നത്? ഇപ്പൊ ദൂരെ ആകാശത്തിൻ്റെോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് യശോദാ മാതാവ് പറഞ്ഞു, അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ നോക്കി, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ.
അപ്പൊ മാതാവ് പറഞ്ഞു, അവിടെയാണ് പുത്ര താമസിക്കുന്നത്, നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട, ഇന്നത്തേക്ക് പോയി കിടക്കൂ എന്ന് പറഞ്ഞു. അപ്പോ മാതാവിനറിയില്ല അത് പരമദിവ്യോത്തമ പുരുഷനാണ്, തന്റെ അതായത് സർവവ്യാപിയാണ്, പ്രപഞ്ച സൃഷ്ടാവാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മാതാവിനറിയില്ല. പക്ഷെ മാതാവ് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം തന്നെ ഭഗവാനെ പറ്റിയിട്ടുള്ള കഥകളാണ്. അപ്പോ ഒരു ദിവസം ഭഗവാൻ ഇങ്ങനെ വളർന്ന്, അതായത് ഇഴഞ്ഞു നടന്നതിന് ശേഷം പിച്ച വെച്ച് നടക്കുന്ന പ്രായമെത്തിയപ്പോ നന്ദമഹാരാജാവ് ഭഗവാനെ നടക്കാൻ പഠിപ്പിക്കുക വീട്ടില്. അതായത് ആ വീട്ടിന്റെ വരാന്തയില് രണ്ട് കരങ്ങൾ, ഭഗവാന്റെ കുഞ്ഞു കരങ്ങളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഭഗവാനെ നടക്കാനായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക. അപ്പൊ ഒരു 2 സ്റ്റെപ്പ് വെക്കും, ഭഗവാൻ വീണ്ടും വീഴും. എന്നിട്ട് വീണ്ടും 2 സ്റ്റെപ്പ് വെക്കും, വീണ്ടും വീഴും. അപ്പം ഓരോ സ്റ്റെപ്പും വീണിട്ട് എഴുന്നേക്കുമ്പോ നന്ദ മഹാരാജാവ് പറയും, നീ ശ്രമിക്കൂ, വീണ്ടും ശ്രമിക്കൂ നീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് വീണ്ടും 2 സ്റ്റെപ്പ് നടക്കും, വീണ്ടും വീഴും. അപ്പൊ ഭഗവാന്റെ അടുത്ത്, അതായത് കൃഷ്ണന്റെ അടുത്ത് നന്ദബാബ പറയും, നീ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കൂ പുത്ര, വിഷ്ണുവിനോട് പ്രാർത്ഥിക്കൂ, തീർച്ചയായും അദ്ദേഹം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും നടത്തിക്കുന്നത്. അപ്പോ ആചാര്യന്മാര് പറയുന്നത്, രസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല, അതായത് മനോഹരമായ രസം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാത്സല്യ രസമാണെന്നാണ്. ഏറ്റവും മനോഹര രസം വാത്സല്യ രസമാണ്. കാരണം വാത്സല്യ രസത്തിലാണ് ഭഗവാനെ അനുഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഒരു പുത്രനായി കണ്ടുകൊണ്ട് ഭഗവാനെ അനുഗ്രഹിക്കാൻ സാധിക്കുന്നത് വാത്സല്യ രസത്തിലാണ്. അപ്പൊ ഒരു ദിവസം വീടിന്റെ വരാന്തയില് നന്ദബാബയും യശോദാമ്മയും കൂടി ഇരിക്കുകയാണ്. ഇരുന്നപ്പോ ഭഗവാൻ മടിയിലിരിപ്പുണ്ട്. അവര് തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, വൃന്ദാവനത്തിലെ കാര്യങ്ങളും ഒക്കെ, ഇങ്ങനെ ക്ഷേമങ്ങളും പ്രജകളുടെ ക്ഷേമങ്ങളും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയപ്പോ അവിടെ ഒരു വൃക്ഷമുണ്ട്. അതായത് ആ വൃക്ഷത്തിൽ ആകാശത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് പൂർണ്ണചന്ദ്രനെയാണ് കാണുന്നത്. പക്ഷേ അതിനെ അവിടെ നിന്ന് ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിന്റെ അറ്റത്തായിട്ടാണ് ആ ചന്ദ്രനെ കാണുന്നത്. അതായത് ഒരു വൃക്ഷം നിൽക്കുന്നു, ആ വൃക്ഷത്തിന്റെ പുറകു സൈഡിലായിട്ട് പൂർണ്ണചന്ദ്രനെ കാണുന്നു. ആ ചന്ദ്രൻ വന്ന് നിൽക്കുന്നത് ആ വൃക്ഷത്തിന്റെ ശിഖരത്തിന്റെ ഒരു അറ്റ ഭാഗത്തായിട്ടാണ് പൂർണ്ണചന്ദ്രൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ ഭഗവാൻ വിചാരിച്ചു അത് ആ വൃക്ഷത്തിന്റെ ഫലമാണ്, അതായത് ആ വൃക്ഷത്തിന്റെ ഫ്രൂട്ട് ആണെന്നാണ് ഭഗവാൻ വിചാരിച്ചത്. അപ്പൊ മടിയിലിരുന്ന് ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ ഒരു ഫലം കാണുന്നു. ഉടനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദോ അവിടെ നോക്കൂ, ദോ ഫലം, ഫ്രൂട്ട് എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇവര് ശ്രദ്ധിക്കുന്നില്ല, ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർ രണ്ടുപേരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് തട്ടി തട്ടി വിളിച്ചിട്ട്, ദോ അവിടോട്ട് നോക്കോ, ദോ അവിടെ ഫ്രൂട്ട്, അവിടെ ഫലമുണ്ട് എന്നിങ്ങനെ പറയുന്നു. അപ്പൊ നന്ദബാബ പറഞ്ഞു, നിനക്ക് ആ ഫ്രൂട്ട് വേണോ, നിനക്ക് ആ ഫലം വേണോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതെ എനിക്ക് വേണം, എനിക്ക് ആ ഫ്രൂട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പം നന്ദബാബു പറഞ്ഞു, എന്നാ നീ 2 കൈകൾ ഉയർത്തിയിട്ട് അത് പറിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനാണെങ്കിൽ 2 കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ പറിക്കാനായിട്ട് നോക്കുക. അത് എത്രയോ ദൂരെയാണ് നിൽക്കുന്നത് വൃക്ഷം, അതിനും ദൂരെയാണ്, ആകാശത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷെ അത് പുറമേ നോക്കുമ്പോ ആ ശിഖരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഫലമായിട്ട് തോന്നുന്നു. അപ്പൊ കൈ എത്തി ഇങ്ങനെ പിടിക്കാനായിട്ട് നോക്കുക, അത് പറിച്ചെടുക്കാനായിട്ട് നോക്കുക, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ നന്ദബാബു പ്രോത്സാഹിപ്പിക്കുക, യശോദമ്മയും പ്രോത്സാഹിപ്പിക്കുന്നു, നീ ശ്രമിക്കൂ, നീ 2 കൈകൾ ഉയർത്തി അത് പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. ഭഗവാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ആചാര്യന്മാര് നമ്മളോട് പറയുന്നത്, നമ്മളും ഇതേപോലെ 2 കൈകൾ ഉയർത്താറുണ്ട്. എപ്പോഴാണ്? കീർത്തനം ചെയ്യുന്ന സമയത്ത്. കീർത്തനം ചെയ്യുന്ന സമയത്തും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന സമയത്തും നമ്മൾ 2 കൈകളും ഉയർത്തി നമ്മൾ ദൈവത്തിന് സറണ്ടർ ചെയ്യാണ്. ഭഗവാനെ, അങ്ങില്ലാതെ എനിക്ക് വേറെ ഒരു ആശ്രയവും ഇല്ല എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 2 കൈകളും ഉയർത്തി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? ഭഗവാന്റെ പ്രേമഭക്തി, ഭഗവാന്റെ കാരുണ്യം നമ്മുടെ കൈകളിൽ എന്നെങ്കിലും ഒരു ഫലമായി നമ്മുടെ കൈകളിൽ എത്തും എന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം നമ്മൾ 2 കൈകളും ഉയർത്തി പ്രാർത്ഥിക്കാൻ. അതായത് എങ്ങനെയാണോ ദൂരെ കണ്ട ആ വൃക്ഷത്തിന്റെ ആ ശിഖരത്തിന്റെ അറ്റത്ത് ആ ചന്ദ്രനെ കണ്ടപ്പോ അത് ഫലമാണെന്ന് കരുതിക്കൊണ്ട് ഭഗവാൻ
ഭഗവാനാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്. പക്ഷേ ഭഗവാൻ അത് കണ്ടിട്ട്, ഭഗവാന്റെ ലീല, ഭഗവാൻ അത് കണ്ടിട്ട് ഒരു ഫലമായിട്ട് പറയുന്നു, എന്നിട്ട് അതിനെ പറിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അതുപോലെ നമ്മളും ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും പ്രതീക്ഷിക്കണം, ഒരു സമയത്ത് തീർച്ചയായിട്ടും ഭഗവാന്റെ പ്രേമഭക്തി എന്ന ഫലം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ആചാര്യന്മാര് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഇവര് വളർച്ച, അതായത് ഓരോ ഘട്ടങ്ങളിലും ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നന്ദബാബയ്ക്ക് ഏറ്റവും ആഗ്രഹം എന്താണ്? തന്റെ പുത്രൻ ഭാവി രാജാവാകണം, ഗോക്കളെ സംരക്ഷിക്കണം. നന്ദബാബ നോക്കുന്ന രാമനും ഒക്കെ ഏതൊരു സമയത്തും ഗോക്കളുടെ കൂടെ ഒന്നെങ്കിൽ അവരെ കളിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കുളിപ്പിക്കുക, അവരുടെ കൂടെ ഓടുക, അതുപോലെ ചീപ്പ് വെച്ച് അവരെ ചീപ്പി കൊടുക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നന്ദബാബയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഒരുപാട് കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് പശുവിനെ മേയ്ക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ആഹാരം കൊടുക്കേണ്ടത്, അതുപോലെ യശോദമയ്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പശുവിനെ കറക്കേണ്ടത്, പശുവിൽ നിന്നും പാല് കറന്നെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് യശോദമയ്യ ഭഗവാനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം യശോദമയ്യ പറഞ്ഞു, നീ ഒരു പാത്രം, ഒരു ഗോൾഡ് ബക്കറ്റ്, ഒരു സ്വർണമായിട്ടുള്ള ഒരു പാത്രം എടുത്തു കൊടുത്തിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, നീ പോയി ഗോശാലയിൽ ചെന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പശു ഏതാണോ ആ പശുവിൽ നിന്നും പാല് കറന്നുകൊണ്ട് വരൂ, ഞാൻ നിനക്ക് പാല് വെച്ച് മധുരം ഉണ്ടാക്കി തരാം എന്ന് യശോദമയ്യ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഭഗവാൻ നേരെ ഗോശാലയിലേക്ക് ചെന്നു. ഗോശാലയിൽ ചെന്നപ്പോഴത്തേക്കും ഭഗവാൻ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക, ഒരു സംശയത്തിൽ നിൽക്കുക, ഏത് പശുവിന്റെ പാല് കറക്കണമെന്ന് സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക, കാരണം അത്രയേറെ പശുക്കളുണ്ട്. ആ സമയത്ത് ഭഗവാന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ വന്നിട്ട് പറയുന്നു, രാധാറാണി വരുന്നുണ്ട് എന്ന് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു. രാധാറാണി വരുന്നുണ്ട് കൃഷ്ണ എന്നിങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയാമോ? പെട്ടെന്ന് ഓടിപ്പോയി ഒരു ഗോവിന്റെ കീഴിൽ പോയെങ്കിലും. അതായത് രാധാറാണി വരുമ്പോ ഈ ഗോശാല കടന്നാണ് രാധാറാണി പോകുന്നത്. അപ്പോ ഭഗവാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കണം, അതായത് താനൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, താൻ അല്പം തിരക്കിലാണ് എന്നൊന്ന് കാണിക്കണം. അപ്പോ അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ആ പശുവിനെ കറക്കുന്ന രീതിയിൽ ഒന്ന് ആക്ഷൻ കാണിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പശുവിനെ കറക്കുന്നൊന്നുമില്ല, ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. ആക്ഷൻ കാണിച്ച സമയത്ത് രാധാറാണി വരുവാണ്. അപ്പൊ യശോദാമയ്യ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക, ഇത് ഒരുപാട് നേരമായല്ലോ, എന്താ വരാത്തത്, ഒരുപാട് നേരം, ഇത്ര സമയോ പശുവിനെ കറക്കാൻ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അങ്ങനെ യശോദാമയ്യ തന്നെ നേരിട്ട് ഗോശാലയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും മാതാവ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും രാധാറാണി വരുന്നു. രാധാറാണി വന്നപ്പോ മാതാവ് പറഞ്ഞു, രാധ ദാ നോക്കൂ, എന്റെ പുത്രൻ എത്ര കഷ്ടപ്പെട്ടാണ് പശുവിനെ കറക്കുന്നതെന്ന് നോക്കൂ എന്ന് രാധാറാണിയോട് പറഞ്ഞു. അപ്പം ഭഗവാന് മനസ്സിലായി തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഒരുപാട് നേരമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എന്തോ പാല് വരുന്നില്ല, ഞാൻ ഒരുപാട് നേരിട്ട് ശ്രമിക്കുന്നു, പക്ഷേ പാല് വരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ യശോദ മാതാവ് നോക്കിയിട്ട് പറഞ്ഞു, പാല് വരില്ല കൃഷ്ണ, ഒരിക്കലും നിനക്ക് പാല് കിട്ടില്ല. എങ്ങനെ പാല് കിട്ടാനാണ്? കാളയെ കറന്നാൽ എവിടുന്നാണ് പാല് ലഭിക്കുക? അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കുമാണ് ഭഗവാൻ ഇങ്ങനെ നോക്കുന്നത്. അതായത് രാധാറാണി വന്നപ്പോഴത്തേക്കും ഓടിച്ചെന്ന് ഒരു ഗോവിന്റെ അടുത്തിരുന്നു. അത് കാളയാണോ പശുവാണോ എന്ന് ഭഗവാൻ നോക്കിയില്ല. അവിടെ ആക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭഗവാൻ ശരിക്കും ആ പാല് കറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഭഗവാൻ ആകെ ആശ്ചര്യമായി. ഭഗവാൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ ഇത് പശുവായിരുന്നു, പക്ഷെ ഇത് എങ്ങനെയാണ് കാളയായതെന്ന് എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ മാതാവ് പറഞ്ഞു, നീ ഇത് നോക്കിയും കണ്ടും പശുവിനെയാണ് നീ ഇത്രയും നേരം കൊണ്ട് കറന്നിരുന്നത് എങ്കിൽ എത്ര പെട്ടെന്ന് നിനക്ക് പാല് കൊണ്ടുള്ള ഒരു പലഹാരം നിനക്ക് ഇപ്പോഴേ നിന്റെ കയ്യിൽ കിട്ടിയേനെ എന്നിങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ നന്ദമഹാരാജാവ് ഈ കുട്ടികളെയും കൊണ്ട് കുളിക്കാൻ പോകും. ബലരാമനെയും കൃഷ്ണനെയും കൊണ്ട് കുളിക്കാൻ പോകും. അപ്പൊ കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു തോളില് കൃഷ്ണനെയും ഒരു തോളില് ബലരാമനെയും ഇരുത്തിക്കൊണ്ടാണ് കുളിക്കാൻ പോകുന്നത്. അപ്പൊ കുളിക്കാൻ പോകുമ്പോ ഇവരെ രണ്ടുപേരെയും ആ നദീതീരത്ത് എത്തുമ്പോഴത്തേക്കും ഇവരെ രണ്ടുപേരെയും ആ ബാങ്കില്, അതായത് അതിന്റെ തീരത്തിരുത്തും. തീരത്തിരുത്തിട്ട് നന്ദ മഹാരാജാവ് ഇറങ്ങും.
ആ കുളത്തിലേക്ക് ഇറങ്ങും. ഇറങ്ങുന്ന സമയത്ത് ആ സമയത്ത് ഇവര് മണ്ണ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നന്ദ മഹാരാജാവ് കുളിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ആ നദിയിലേക്ക് ഇറങ്ങും. നന്ദ മഹാരാജാവ് പറയും ഇറങ്ങരുത്, എല്ലാവരും കൂടെ നനഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയും. പക്ഷെ കുട്ടികൾ കേൾക്കത്തില്ല. അവർക്ക് അവരുടെ അച്ഛനൊപ്പം കളിക്കുകയും അവരുടെ അച്ഛനൊപ്പം കുളിക്കുകയും വെള്ളത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ പിന്നെ നന്ദ മഹാരാജാവ് ഒരു തോളില് കൃഷ്ണനെയും ഒരു തോളില് ബലരാമനെ ഇരുത്തിയിട്ട് ഒരു തോള് താഴ്ത്തിയിട്ട് ബലരാമനെ മുക്കിയെടുക്കും, ഒരു തോള് താഴ്ത്തിയിട്ട് കൃഷ്ണനെ മുക്കിയെടുക്കും. എന്നിട്ട് ഇവരെല്ലാവരും കൂടി വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് എന്നിട്ട് ഇവർ രണ്ടുപേരും രണ്ട് തോളിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ നന്ദ മഹാരാജാവിന്റെ താടിയിൽ പിടിച്ച് ഇങ്ങനെ കളിക്കും. ഇതൊക്കെയായിരുന്നു ആ ഒരു ലീലകൾ, ആ ഒരു ബാല്യകാല ലീലകൾ. അതുപോലെ തന്നെ യശോദ മാതാവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മാതാവിന് അറിയത്തതേയില്ല. മാതാവ് നോക്കുമ്പോ ഓരോ അസുരന്മാര് ഭഗവാനെ ആക്രമിക്കാനായിട്ട് വരുന്നു. അപ്പം യശോദ മാതാവിന് തന്റെ പുത്രന്റെ ആരോഗ്യത്തെ പറ്റിയും പുത്രനെ പറ്റിയും വല്ലാത്ത വേവലാതിയായിരുന്നു. അപ്പോ വൃന്ദാവനത്തില് ഒരു നരസിംഹമൂർത്തി ക്ഷേത്രത്തില് മാതാവ് എപ്പോഴും ഭഗവാനെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നരസിംഹമൂർത്തി എന്റെ പുത്രനെ സംരക്ഷിച്ചു കൊള്ളണമേ, എല്ലാ ഇതിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും എന്റെ പുത്രനെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞിട്ട് ഭഗവാന് കയ്യില് ഓരോ കവചവും അതായത് സംരക്ഷണമായിട്ടുള്ള ചരടുകളും അരയിലും ഒക്കെ കെട്ടിക്കൊടുക്കുമായിരുന്നു. അതായത് മാതാവിനെ സംരക്ഷിച്ച് മാതാവിന്റെ ലോകം പുത്രനാണ്. സെന്റർ ഓഫ് അട്രാക്ഷൻ, അതായത് കേന്ദ്ര ബിന്ദു ഭഗവാനാണ്. പുത്രൻ എന്ന് പറയാൻ കാരണം സ്വന്തമായിട്ട് മറന്നുകൊണ്ട്, സെൽഫ്ലെസ് ആയിട്ട് മറന്നുകൊണ്ട്, തന്നെ മറന്നുകൊണ്ട് ആണ് ഭഗവാനെ യശോദമയ്യ സ്നേഹിച്ചത്. അതില് ഒരു രസകരമായിട്ടുള്ള, അതായത് പ്രഭുപാദ് ഭക്തിരസാമൃത സിന്ധു ദ നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന പുസ്തകത്തില് ഒരു ലീല വിവരിക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം യശോദമയ്യയുടെ വീട്ടില് ഒരു സാധു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് യശോദാമാതാവിന്റെ വീട്ടിൽ വന്നിട്ട് കൊട്ടിയപ്പോഴ് മാതാവ് കഥവ് തുറന്നപ്പോഴത്തേക്കും കാണുന്നത് സാധുവിനെയാണ്. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു ഭിക്ഷക്കാരനാണെന്ന് മാതാവിന് മനസ്സിലായി. അപ്പോ കൃഷ്ണനെ ഇങ്ങനെ എടുത്തിരിക്കുക കയ്യില്. അപ്പൊ ഭഗവാനാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു പോവുക. അതായത് പേടിച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് മാറുക. കയ്യിലിരിക്കുകയാണ്, പക്ഷെ ഇങ്ങനെ പുറകോട്ട് തെന്നി മാറുകയാണ്. അപ്പൊ മാതാവ് ചോദിച്ചു, എന്തിനാ നീ പേടിക്കുന്നേ? ഇതൊരു സാധുവാണ്, അദ്ദേഹം ഭിക്ഷ യാചിച്ച് വന്നതാണ് എന്ന് പറയുന്നു. അപ്പം ആ സാധു ആണെങ്കിൽ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭിക്ഷാന്തേഹി ഭവതി ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ രൂപം, അതായത് മുടിയൊക്കെ വളർന്ന് താടിയൊക്കെ വെച്ച് മീശയൊക്കെ വളർന്ന്, അതുപോലെ കയ്യിലൊരു ദണ്ടും കയ്യിലൊരു ഭിക്ഷാപാത്രവും പിന്നെ തോളിലൊരു സഞ്ചിയും ഉണ്ട്, വലിയൊരു ഭാണ്ഡം പോലെ ഒരു സഞ്ചി. അപ്പം ഇതൊക്കെ കണ്ടിട്ട് കൃഷ്ണൻ ഇങ്ങനെ പേടിച്ചിരിക്കുക. അപ്പോ പറഞ്ഞു, മാതേ, ഇദ്ദേഹം എങ്ങാണ് എന്നെ പിടിച്ച സഞ്ചിക്കകത്തിട്ടാ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ മാതാവ് ഇത് കേട്ടിട്ട് മാതാവിന് ചിരിയാണ് വന്നത്. പക്ഷെ മാതാവ് ഒന്നും അറിയാത്ത മട്ടിന് മാതാവ് പറഞ്ഞു, എന്തു പറ്റാനാ, ഒന്നും പറ്റത്തില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇല്ലില്ല മാതേ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നും എന്നേക്കുമായി വേർപെട്ടു പോകും. ഇദ്ദേഹം എന്നെ പിടിച്ച് സഞ്ചിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ദൂരെയായി പോകും. അവിടുന്നെയും എന്നെയും പിരിക്കുന്ന യാതൊരു കാര്യവും അവിടുന്ന് ചെയ്യല്ലേ അമ്മേ എന്ന് ഭഗവാൻ പറയാണ്. ഇത് നെക്ടർ ഓഫ് ഡിവോഷനില് ശ്രീല പ്രഭുപാദിന്റെ നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന പുസ്തകത്തില് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം ഭഗവാന് നമ്മളിൽ നിന്നും, ഭക്തന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്നതും അതാണ്. നേരത്തെ ഗോവിന്ദരാജ് പ്രഭു പറഞ്ഞിരുന്നു, എവിടെയാണ് ഭഗവാൻ വസിക്കുക? യോഗികളുടെ മനസ്സിലല്ല, വേറെ എവിടെയുമല്ല, ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് എന്ന്. അതുപോലെ ഭഗവാനും ആഗ്രഹിക്കുന്നതാണ്. നമ്മളിൽ നിന്നും ഒരിക്കലും വേർപെട്ടു പോകാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും യശോദാ മാതാവിനോടാണ് അത് പറഞ്ഞത് എങ്കിലും ശരിക്കും നമ്മളോട് പറയുന്നത് തുല്യമാണ്. അതായത് എന്നെ ഭക്തരോട്, അതായത് നമ്മളിൽ നിന്നും ഭഗവാൻ വേർപെടാനുള്ള ഒരു കാരണവും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം നമ്മൾ ഉണ്ടാകാൻ പാടില്ല.
ഭഗവാൻ അത് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നമ്മളിൽ നിന്ന് വേർപെട്ടു പോകാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ വസിക്കാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. കൃഷ്ണൻ വളർന്നിട്ട് ഈ ഗോക്കളെയൊക്കെ മേയ്ക്കുന്ന ആ ഒരു പ്രായത്തിലെത്തി. അപ്പൊ കൃഷ്ണന് കാട്ടിൽ പോകാൻ ഭയങ്കര ആഗ്രഹം. ഗോക്കളെ മേയ്ക്കാനും കാട്ടിലൊക്കെ കൂട്ടുകാരോടൊപ്പം ഉല്ലസിക്കാനും ഒക്കെ ഒരു ആഗ്രഹം. അപ്പോ മാതാവ് സമ്മതിച്ചു, കാട്ടിലേക്ക് വിടാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഒരുപാട് റൂൾസ് ആണ് യശോദാമാത വെച്ചത്. കാട്ടിൽ പോകണമെങ്കിൽ ഈ കാര്യങ്ങൾ നീ പാലിച്ചിരിക്കണം എന്ന് യശോദാമാതാവ് പറയുന്നു. അതിൽ ആദ്യം യശോദാമാതാവ് പറയുന്നത്, നീ നിന്റെ ചേട്ടന്റെ കൈവിട്ട് എവിടെയും പോകാൻ പാടില്ല. നീ നിന്റെ ചേട്ടന്റെ കൈകൾ അമർത്തി പിടിച്ചിരിക്കണം, ചേട്ടന്റെ കൈ വിരലില് നീ പിടിച്ചിരിക്കണം എന്ന് മാതാവ് പറയുന്നു. രണ്ടാമതായി മാതാവ് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പാടില്ല. ഇത് കേട്ടപ്പോഴത്തേക്കും ഭഗവാൻ അങ്ങ് ഞെട്ടിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വീട് വിട്ട് പോകണ്ട എന്നാണോ? അപ്പൊ മാതാവ് പറഞ്ഞു, അങ്ങനെയല്ല, നീ കാട്ടിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഓക്കെ, ഇനി ഞാൻ പോയിക്കോട്ടെ? ഇല്ലില്ല, ഇനി ഒരു കാര്യം കൂടി, മരത്തിൽ കയറാൻ പാടില്ല. മരത്തിൽ കയറിയാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല്, നീ മരത്തിൽ കയറും, നിനക്ക് കയറാൻ മാത്രം അറിയാം, കയറിയിട്ട് അവിടെ ഇരിക്കും, നീ അവിടെ ഇരുന്ന് കരയും. അപ്പൊ പിന്നെ നിന്നെ രക്ഷിക്കാൻ ബലരാമൻ കയറേണ്ടി വരും. ബലരാമൻ കയറിയിട്ട് അവിടെ ഇരിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും തിരിച്ചിറങ്ങാൻ അറിയത്തില്ല, പിന്നെ ഞങ്ങൾ വരേണ്ടി വരും. അതുകൊണ്ട് മരത്തിൽ കയറരുത് എന്ന് യശോദാ മാധവ് പറയുന്നു. അപ്പൊ കൃഷ്ണഭഗവാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മരത്തിൽ കയറത്തില്ല, പക്ഷെ ഞാൻ അതായത് മരത്തിന്റെ ഫലങ്ങൾ ഭക്ഷിച്ച് തിന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കും. അപ്പോ മാധവ് പറയും, വേണ്ട, കാരണം വൃക്ഷങ്ങളിൽ പാമ്പുകളുണ്ട്, അതിന്റെ ശിഖരങ്ങളിലൊക്കെ പാമ്പുണ്ട്, അത് കടിച്ചിട്ടുള്ള ഫലങ്ങളാണെങ്കിൽ അത് വിഷമാണ്, അത് നിന്നെ മരണത്തിലേക്ക് നയിക്കും, അതുകൊണ്ട് അതൊന്നും വേണ്ട. എന്നിട്ട് പിന്നെ ഭഗവാൻ പറയുന്നു, എന്നാ ഇനി ഞാൻ പോയിക്കോട്ടെ? അപ്പൊ മാധവ് പറയുന്നു, ഇല്ല, ഒരു കാര്യം കൂടി, വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, കാരണം നിനക്ക് നീന്തൽ അറിയത്തില്ല. അപ്പം കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വെള്ളത്തിൽ ഇറങ്ങത്തില്ല. എന്നിട്ട് ചോദിക്കും, ഇനി ഞാൻ പൊയ്ക്കോട്ടെ? ഒരു കാര്യവും കൂടി, നീ ഗുഹയ്ക്കകത്തൊന്നും കയറാൻ പാടില്ല, കാട്ടിൽ ഇഷ്ടം പോലെ ഗുഹകളുണ്ട്, ഗുഹയ്ക്കകത്തൊന്നും കയറാൻ പാടില്ല. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ഭഗവാൻ ഒന്ന് ചിന്തിച്ചു, ഗുഹ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ മാതാവിന്റെ അടുത്ത് പറഞ്ഞു, മാതേ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരിക്കലും ഗുഹയ്ക്കകത്ത് കയറത്തില്ല. മാതാവ് രാമന്റെ കഥ പറഞ്ഞു തന്നപ്പോ പറഞ്ഞില്ലേ, വാലി ഗുഹയിലേക്ക് പോയി, പിന്നെ വാലി മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് സുഗ്രീവൻ ആ ഗുഹ അടച്ചു, അങ്ങനെ വാലിക്ക് തിരികെ വരാൻ പറ്റിയില്ല എന്നുള്ള കഥ മാതാവ് പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ ഗുഹയ്ക്കകത്തൊന്നും കയറത്തില്ല. എന്നിട്ട് അടുത്തത് ഭഗവാൻ ചോദിക്കുന്നു, ഇനി ഞാൻ പോയിക്കോട്ടെ? ഇനി എനിക്ക് പോകാമോ? അപ്പൊ മാതാവ് പറഞ്ഞു, ഒരു കണ്ടീഷൻ, ഒരു കാര്യം കൂടി, വെയിലത്ത് പോകാൻ പാടില്ല, നിനക്ക് വെയിലേക്കണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുന്നു. അതായത് ഭഗവാന്റെ നിറം കാർവർണ്ണനാണ്. അപ്പൊ പറയാണ്, നിനക്ക് വെയിലത്ത് പോയി വെയിലേൽക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് വെയിലത്ത് പോകരുത് എന്ന് ഭഗവാനോട് പറയുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വെയിലത്ത് പോകത്തില്ല. ഇനി എനിക്ക് പോകാമോ? അപ്പൊ ബലരാമനും അടുത്ത് നിൽപ്പുണ്ട്. റൂൾസ് ഒക്കെ കഴിഞ്ഞോ മാതേ, ഇനി ഞങ്ങൾക്ക് പോകാമോ എന്ന് ചോദിക്കുന്നു. അപ്പോ ബലരാമന്റെ അടുത്ത് ഒരു പ്രോമിസ് ആണ് ചോദിക്കുന്നത്, നീ സത്യം ചെയ്, എന്റെ കുഞ്ഞിനെ നീ സംരക്ഷിച്ചു കൊള്ളും എന്നെനിക്ക് സത്യം ചെയ് എന്ന് പറയുന്നു. അപ്പൊ ബലരാമൻ മാതാവിന്റെ കരങ്ങളിൽ പിടിച്ചിട്ട് സത്യം ചെയ്യുകയാണ്, തീർച്ചയായും ഞാൻ അവിടുത്തെ പുത്രനെ സംരക്ഷിച്ചു കൊള്ളാം. എങ്ങനെയാണോ കണ്ണിലെ കൃഷ്ണമണിയെ കൺപോള സംരക്ഷിക്കുന്നത്, അതുപോലെ ഞാൻ അവിടുത്തെ പുത്രനെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് യശോദാ മാതാവ് പറയുന്നു. ആചാര്യന്മാര് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഒരു ക്ഷേത്രം, അതായത് ഭഗവാന്റെ എന്നല്ല, ഏതൊരു ക്ഷേത്രം പണിയുമ്പോഴും അവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠ, ആ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ അനേകം ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട്. അനേകം ദ്രവ്യങ്ങളാൽ ആ വിഗ്രഹത്തെ അഭിഷേകം ചെയ്യാറുണ്ട്. അതിലൊരു അഭിഷേക ദ്രവ്യമാണ് പാല്. ഇപ്പൊ ഭഗവാന്റെ വിഗ്രഹ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ പാൽ ദ്രവ്യം കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട്. യശോദാ മാതാവിന് ഭഗവാൻ ജനിച്ച് ഭഗവാനെ കയ്യിൽ കിട്ടിയപ്പോ ആചാര്യന്മാര് പറയുന്നു, യശോദാ മാതാവും ഭഗവാനെ പാലുകൊണ്ട് അഭിഷേകം ചെയ്തു എന്ന്.
എന്തെന്നാൽ മാതാവ് ഭഗവാനെ കയ്യിൽ ലഭിച്ചതിന് ശേഷം ശരിക്കും മാതാവ് തന്റെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഇനി അഭിഷേകം ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തന്റെ മാറിടത്തിൽ നിന്ന് വരുന്ന മുലപ്പാൽ നൽകിക്കൊണ്ടാണ് മാതാവ് ഭഗവാനെ അഭിഷേകം ചെയ്തത് എന്ന് ആചാര്യന്മാര് പറയുന്നു. അപ്പോ ഇവിടെ നമ്മളും നമ്മുടെ ജീവിതത്തില് കേന്ദ്ര ബിന്ദു ആക്കേണ്ടത്, സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ ഭഗവാനെയാണ്. ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു കലിയുഗത്തിൽ നിന്നുള്ള അതിന്റെ ആ ഒരു യുഗത്തിലുള്ള കോൺസിക്വൻസസ്, അതിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഒരു കലിയുഗത്തിൽ നിന്നുണ്ടാകുന്ന ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭഗവാനെ എന്നും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, എന്നും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി ഭഗവാനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കലിയുഗത്തിൽ നിന്ന് നമുക്ക്, കലിയുഗത്തിലെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ഡിവോട്ടീസിന്റെയും ഹൃദയത്തിൽ ഭഗവാൻ എന്നും വസിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ എന്റെ പ്രണാമം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപത രൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ.